വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. ജോക്കർ വന്നില്ലല്ല. ഞാൻ വന്നാ മതി. കണ്ടോ? കണ്ടില്ലെങ്കിൽ കണ്ടോ? ജോസാ, ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്കെടുത്ത് വായിലേക്ക് ഇട്ടോളൂ. என்னடா முகத்தையும் உடம்பையும் முறப்பா வச்சிருக்க, கடகடன் ஆடுது. ഞാൻ ഒന്നോടോ മാട് വിളിക്കും. നീ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പൊക്കോണോ? പിടിച്ചോണ്ട് പൊക്കോണേ. ഈശ്വര, കാവടി തുള്ളിയാണല്ലോ പോണത്. എന്താകും മുരുക? ജീവനി കൊതിയുള്ളവന്മാർ വല്ല കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോ, നെഞ്ചിടിച്ച് പേടിച്ച് തോറി മെഴുകി നിൽക്കുക ഞാൻ. എന്റെ ദേഹത്തുനിന്ന് ചോര പൊടിയാണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈ സാഹചര്യത്തിൽ എന്നെ വെറുതെ വിട്ടൂടെ? മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. പിന്നെ ഈ ഓട്ടം, അത് പടയോട്ടം. എനിക്ക് പറയാനുള്ളത്, നീ ഒന്നും പണയണ്ട. നസ്ലിനും മാത്യു തോമസിനെ പോലെ ആ ഒരു ഏജ് കാറ്റഗറിയാണ് എനിക്കും. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. കാരണം എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 25 വയസ്സാണ്. കാരണം എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് 25 വയസ്സാണ്. പിടിച്ച വീട്ടിനൊരു ഇഞ്ച് മാറിട്ടാ. അപ്പൊ 25 വയസ്സിൽ അറിയാണ്ട് വൈറലായി പോയി. RDX പോലുള്ള 100 കോടിയുള്ള പടങ്ങളിൽ പോലും എനിക്ക് ചെറിയൊരു ക്യാമിയോ റോൾ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്താണ് സുനാമി? ഡയലോഗ് ഇല്ലെങ്കിൽ പോലും. ഒരുപാട് പേരോട് പറഞ്ഞു മലയാള സിനിമയ്ക്ക് ഇതിനോട് ദേഷ്യമുണ്ട്, ഫേമസ് ആയി, അങ്ങനത്തെ ഒരു സംഭവം ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും ബൗൺസറോട് തല്ലാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയണം. അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. എന്നാലും നന്ദിയുണ്ട് എല്ലാരോടും, സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. കാരണം ഇന്ന് അവിടെ നടന്ന ഷോ ഓഫ് അയാൾക്കിന്റെ കൂടി പിടിയും തന്നെയൊക്കെയായിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. This program is sponsored by